മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ഈ ന്യായശാസ്ത്രത്തില് പുരാണത്തിലെ കഥകളെടുത്ത് അല്ലെങ്കിൽ ഐതിഹ്യമാലകളിലെ വരികളെടുത്ത് തർക്കശാസ്ത്രത്തില്, തർക്കത്തില്, വാദപ്രതിവാദത്തില് ന്യായീകരണം പറയരുതെന്ന് പറയും. ഷഡ്ദർശനങ്ങളിലെ ന്യായദർശനത്തിന് പുരാണമിത്യേവ സാധു സർവം നജാപി കാവ്യം നവമിത്യവദ്യം, പുരാണത്തിന്റെ കൊട്ടേഷൻ ആക്സെപ്റ്റബിൾ അല്ല. ഇത് ഞാൻ പറയാൻ കാരണം, പലപ്പോഴും ഹിന്ദുക്കൾക്കെതിരെയും ഇന്ന് നടക്കുന്ന ചില ചെറിയ കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് വലുതാക്കുന്ന കാര്യത്തിലൊക്കെ പല ബുദ്ധിജീവികളും പണ്ട് കമ്മ്യൂണിസ്റ്റുകാരായി ഇപ്പൊ വേദാന്തികളായി മാറിയവരൊക്കെ ചില വാദമുഖങ്ങൾ വെക്കാറുണ്ട്. നമ്മുടെ ഭഗവത്ഗീതയിലും പുസ്തകം എഴുതിയതും അതുപോലെ തന്നെ ഒരു എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ സാറിനെ ഒരു സമ്മേളനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വരികയുണ്ടായി. അപ്പോ ഒരുപക്ഷെ ഇൻഡയറക്ട്ലി ബീഫ് കഴിക്കുന്നതിനെയോ മൃഗങ്ങളെ കൊന്ന് ഇറച്ചി കഴിക്കുന്നതിനെയോ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു ഐതിഹ്യമാലയിലെ കഥയുണ്ട്. ഐതിഹ്യമാല ഹിസ്റ്ററി അല്ല, ഐതിഹ്യമാല ചരിത്രമല്ല, മറിച്ചതൊരു കഥയാണ്. ഒരുപക്ഷെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചില വസ്തുതകളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള വഴി, നല്ല വഴിയാണ്. പക്ഷെ വാദപ്രതിവാദങ്ങൾക്ക് അത് ഉപയോഗിക്കരുത്. ഉദാഹരണമായിട്ട് ജാതി വ്യവസ്ഥ കാര്യമായിട്ട് കനപ്പെട്ടു വരുന്ന സമയത്ത് ശ്രീ രാധാകൃഷ്ണൻ സാർ പറഞ്ഞൊരു ഐതിഹ്യമാലയിലെ കഥയാണ് ആ സദസ്സിൽ വെച്ച. കേൾക്കുന്നവൻ അത്ഭുതം തോന്നും. ഏത് മൃഗത്തെ കൊന്ന് തിന്നാലും ഈ ഐതിഹ്യമാലയിലെ ഈ കഥയനുസരിച്ചിട്ട് ന്യായീകരിക്കാം. പക്ഷെ അത് സംഭവിച്ചതല്ല, സംഭവിക്കുകയില്ല. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ ജാതി വ്യവസ്ഥ കൂടി വരുന്ന സമയത്ത് പറയിപെറ്റ പന്തീരു കുലത്തിലെ പാക്കനാര് താഴ്ന്ന ജാതിക്കാരനും ഇറച്ചി തിന്നുന്നവനും ആയതുകൊണ്ട് മേഴത്തൂർ അഗ്നിഹോത്രി വീട്ടിനകത്തേക്ക് കയറ്റിയില്ല അത്രേ. അച്ഛന്റെ ശ്രാദ്ധമിടാൻ 12 മക്കളും ഒരുമിച്ച് വരാറുണ്ട്. ജാതി വ്യവസ്ഥ ദൃഢമായ കാലത്ത് ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ദൃഢമായ മാതിരിയായിരുന്നു രാധാകൃഷ്ണൻ സാറ് പറഞ്ഞത്. പാക്കനാരോട് വീട്ടിനകത്തേക്ക് കയറണ്ട പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ഇറച്ചി തിന്നുകയും അതൊക്കെ ചെയ്യുന്ന വ്യക്തിയായത് കാരണം താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞു അഗ്നിഹോത്രി. എന്നാലും ബലപ്പെട്ട് ഈ പാക്കനാർ വീട്ടിനകത്ത് കയറി അഗ്നിഹോത്രിയോട് ചോദിച്ചു അത്രേ, എന്തുകൊണ്ടാണ് പിതൃ ശ്രാദ്ധം ഇടുന്നതിന് ഒരുമിച്ച് തന്നെ ചേർക്കാത്തത്? അഗ്നിഹോത്രി പറഞ്ഞു, മൃഗങ്ങളെ കൊന്ന് ഭക്ഷണം കഴിക്കുക, ഇറച്ചിയും അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പൊ പാക്കനാർ എന്ത് ചെയ്തു, അവിടെ ചാക്കിൽ വെച്ചിരിക്കുന്ന നെല്ലിലെ ഒരു പിടി നെല്ലെടുത്ത് അഗ്നിഹോത്രിയുടെ മുമ്പിൽ ഇട്ട് കൊടുത്തു അത്രേ. ആ നെല്ല് നടക്കാൻ തുടങ്ങി അത്രേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നെല്ല് നടക്കുന്ന? ഐതിഹ്യമാലയിലെ ഒരു കഥ, ഒരു വലിയ പണ്ഡിതൻ ഇറച്ചി തിന്നുന്നതിനെ ന്യായീകരിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണിത്. ആ നെല്ല് നടക്കാൻ തുടങ്ങിയിട്ട് പാക്കനാര് അഗ്നിഹോത്രിയോട് ചോദിച്ചു അത്രേ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ആയിരക്കണക്കിന് ജീവനെയാണ് ഇല്ലാതെയാക്കുന്നത്, ഞാനൊരു മൃഗത്തെ കൊന്നു കഴിഞ്ഞാൽ 4-5 ദിവസത്തേക്ക് ഒരു മൃഗത്തിനെയെ കൊല്ലുന്നുള്ളൂ എന്ന്. ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് തോന്നുന്നത് ശരിയാണല്ലോ, വളരെ ന്യായീകരിക്കാവുന്ന വാർദ്ധക്യകാലത്തെ വേദാന്തമാണത്. വേദാന്തം പഠിച്ചിട്ടുള്ള വേദാന്തമല്ല, വാർദ്ധക്യകാലത്ത് തോന്നുന്ന വേദാന്തം. പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ വേദങ്ങളോ ഉപനിഷത്തുക്കളോ വാർദ്ധക്യകാലത്ത് പഠിക്കുന്നതിൻ്റെ അതും കൂടി ഇങ്ങോട്ട് ചേർത്താൽ പൂർണ്ണ വേദാന്തിയായി. ആ നടക്കാത്ത നെല്ല് നടക്കുന്നു എന്ന ഐതിഹ്യമാലയിലെ ചില വരികൾ കാണിച്ചുകൊണ്ട് ഒരു മൃഗത്തെ കൊല്ലുന്നതും അതിന്റെ ഇറച്ചി തിന്നുന്നതും ന്യായീകരിച്ചുകൊണ്ട് പ്രഗത്ഭനും പത്രാധിപനും എഴുത്തുകാരനും ഒക്കെ വിലസുന്ന കാലത്തില് ഹിന്ദുവിന്റെ പ്രതിനിധികളായിട്ട് അവര് വരുമ്പോ ആ പ്രഭാഷണത്തിന് സദസ്സിന്റെ കയ്യടി കിട്ടും. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ യുക്തിയുണ്ട്. എന്റെ ഒരു ചോദ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നെല്ല് നടക്കുവോ? ചേമ്പുത്ത് നടക്കുവോ? ചേമ്പുത്തിന്റെ തൊലി കളയുന്നതും ഒരു മുയലിനെയും ആടിനെയും പശുവിനെയും കാളയെയും കൊല്ലുന്നതും ഒക്കെ ഒരേപോലെയാണോ? ചേനയും കുമ്പളങ്ങയും മത്തങ്ങയും പടവലങ്ങയും പീച്ചിങ്ങയും ഒക്കെ മുറിച്ച്
ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒരു കോഴിയെ പച്ചയ്ക്ക് ജീവനോടെ തോലുരിഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പോലും പലപ്പോഴും അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. ഇത് കഴുത്തറുത്ത് കൊല്ലുമ്പോഴത്തേക്കും പച്ചയ്ക്ക് ജീവനോടെ കൊല്ലുന്നതുമൊക്കെ നെല്ല് നടക്കുന്നു എന്ന ഐതിഹ്യമാലയിലെ കഥ ഉപയോഗിച്ചിട്ട് ന്യായീകരിക്കുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, ഈ പുരാണങ്ങൾ പറയുന്നവരും വലിയ വലിയ ചിന്തകരായിട്ട് നടിക്കുന്നവരും വാർദ്ധക്യത്തിൽ ഈശ്വരന്റെ അടുത്തേക്ക് വരുന്നവരും അതുപോലെ നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദിയൊക്കെ ആയിരുന്നവരും പെട്ടെന്ന് വലിയ വലിയ എഴുത്തുകാരുടെ പേരിൽ ഇൻവിറ്റേഷൻ കിട്ടുമ്പോഴത്തേക്കും ഭഗവത്ഗീതയൊക്കെ അങ്ങോട്ട് ഗംഭീരാവാണ്. അത്രയും കാലം അതിനെ എതിർത്തവരാണ്. KR ഗൗരിയെ പോലെ വേദത്തും സ്മൃതി ഗ്രന്ഥങ്ങൾ കത്തിച്ചവർ തന്നെ അത് 10 പേജ് വെച്ച് ഓരോ ദിവസവും വായിക്കുക, എന്നിട്ട് മറ്റുള്ളവരോടത് വേണമെന്ന് പറയുക. ശരിക്ക് വാർദ്ധക്യത്തിൽ ചിഹ്നന്റെ അസുഖം എന്നൊരു അസുഖമുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ചെറിയ കുട്ടികളെ പോലെ അങ്ങോട്ട് പറയുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എഴുത്തുകാരനാണ് എന്ന ലേബലുണ്ട്. പ്രസംഗിക്കുമ്പോഴത്തേക്കും വയസ്സായ സ്ഥിതിക്ക് അവർക്ക് എതിരെ വല്ലതും പറഞ്ഞാൽ എഴുന്നേറ്റ് പോവാം. അപ്പൊ സദസ്സ് വിറങ്ങലിക്കുക. നല്ലൊരു പണ്ഡിതനെ ചോദ്യം ചെയ്തിട്ട് അയാളെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ആദരവ് കിട്ടുക. അതും ഹിന്ദു സംഘടനയുടെ പേരിൽ ഹിന്ദുക്കളെ അവഹേളിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നവരെ തന്നെ അവര് വാർദ്ധക്യത്തില് അവർക്ക് നേരത്തെ പ്രവർത്തിച്ച മണ്ഡലത്തിൽ ഒരു തരത്തിലും സ്ഥാനമില്ലാതെ വരുമ്പോഴാണ് പിന്നെ ഹിന്ദുക്കളുടെ ഇതിലേക്ക് വരുന്നത്. അവരെയൊക്കെ കൈയടിച്ച് ഐതിഹ്യമാലയും പുരാണ കഥകളും പറഞ്ഞ് യഥാർത്ഥ വസ്തുതയെ മറച്ചുപിടിച്ച് അതിനെ ചില തെറ്റുകളെ ന്യായീകരിക്കാനായിട്ട് ചെയ്യുന്ന ഐതിഹ്യമാലയിലെയും പുരാണങ്ങളിലെയും കഥകളൊക്കെ ചേർത്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു വേദാന്തം. ശ്രദ്ധിക്കുക. ഹിന്ദുവിനെ കൊണ്ട് ഒന്നും ചെയ്യിക്കാതെയും പ്രതികരിപ്പിക്കാതെയും മറ്റുള്ളവനെ വേദനിപ്പിക്കരുത് എന്ന വേദാന്ത വാക്ക് മറ്റുള്ളവൻ ഇങ്ങോട്ട് വേദനിപ്പിച്ചാലും അനുഭവിച്ചോളണം, സഹിച്ചോളണം. പക്ഷെ നമ്മുടെ വേദാന്തം പറയുന്നു മറ്റു മതക്കാരെയും ഇതിനെതിരെ നിൽക്കുന്നവരെയും ഒന്നും വേദനിപ്പിക്കരുത്. അപ്പൊ നമ്മൾ പറയുന്നു വിചാരിക്കുക, അങ്ങനെ വേദനിപ്പിക്കരുതായിരുന്നെങ്കിൽ ശ്രീകൃഷ്ണൻ അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പറയുമായിരുന്നു 18 ദിവസം. അപ്പൊ ഉത്തരം മുട്ടുമ്പോഴത്തേക്കും പറയാനുള്ള ഭഗവത്ഗീത ചെന്ന് പഠിച്ചിട്ട് വരും എന്നുള്ളതാണ്. കാരണം ഭഗവത്ഗീത വ്യാഖ്യാനിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്, തനിക്കില്ല എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു വലിയ തലമുറ ബുദ്ധിജീവികൾ കൂടി വരുന്നു എന്നുള്ളത് അറിയുക. അവനവൻ പ്രവർത്തിച്ചിരുന്ന നിഷേധാത്മകമായ യുക്തിവാദത്തിലും കമ്മ്യൂണിസത്തിലും ഒരു വിലയും തനിക്കില്ല എന്ന് വരുമ്പോ RSSന്റെയും BJPയുടെയും ഒക്കെ വക്താക്കളായും പഴയ ചീഫ് സെക്രട്ടറിമാരൊക്കെ ഈ ഹിന്ദുക്കളുടെ സദസ്സിൽ വന്ന് ബൈബിൾ പറഞ്ഞു കൊടുക്കലും ഒക്കെ നടത്തുന്നത് ഹിന്ദു തിരിച്ചറിയണില്ല എന്ന വേദനാജനകമായ വസ്തുത ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.